ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമുക്ക് ഒരു സ്വീറ്റ് ഉണ്ടാക്കാം കേട്ടോ. ഒരു പലഹാരം എല്ലാ ഫങ്ഷനുകൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി സ്വീറ്റാണ് മൈസൂർ പാക്ക്. അത് ഒരു നല്ല ടേസ്റ്റാണ്. അതെല്ലാം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം. ആദ്യം തന്നെ കടലമാവ് ഞാൻ എടുത്തു വെച്ചു. അതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഞാനവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് കൂടെ തന്നെ ഞാൻ പഞ്ചസാര അതും ഞാനിപ്പോൾ അളവ് കൂടി എടുത്തു വയ്ക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം തനിയെ നെയ്യ് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ നെയ്യ് ഒട്ടും വേണ്ട എന്നുള്ളവർ ഫ്ലേവറൊന്നും ഇല്ലാത്ത എണ്ണ വെച്ചും നമുക്ക് ഈ മൈസൂർ പാക്ക് ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുറച്ച് മധുരം മുമ്പോട്ട് നിൽക്കും. പക്ഷെ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുണ്ടാക്കി കഴിക്കാം. നല്ല ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന്. ആദ്യം തന്നെ ഞാൻ ആ നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ ഈ അടുപ്പത്ത് വെച്ച് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. നല്ല ചൂട് വേണം നമുക്ക് ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഈ നെയ്യും എണ്ണയും കൂടെ ഞാൻ നല്ലോണം ചൂടാക്കി എടുക്കുകയാണ്. ഇപ്പം ഞാൻ ഈ പാത്രം ഞാൻ മറ്റേ സ്റ്റൗവിലേക്ക് മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ അടുപ്പിലേക്ക് ഞാൻ വെക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം ഈ പാനിലേക്ക് ഞാൻ നമ്മുടെ മെഷർമെൻറ്റിൽ അളന്ന് വെച്ച ആ പഞ്ചസാരയും കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അത് നല്ലോണം പഞ്ചസാരയ്ക്ക് നല്ലോണം ഉരുകി നല്ലോണം തിളയ്ക്കണം കേട്ടോ. ഒരു 4 നിമിഷമെങ്കിലും അത് ഒരു 4 മിനിറ്റ്സെങ്കിലും ഈ പഞ്ചസാരയുടെ സിറപ്പ് ഒന്ന് തിളയ്ക്കണം. തിളച്ചൊന്ന് ശകലൊന്ന് കുറുകി വന്ന് 1 സ്ട്രിങ് ഒരു നൂൽ പരുവമില്ലേ അതിലേക്ക് കൊണ്ടുവരണം നമ്മൾ. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ കടലമാവ് അങ്ങോട്ടിട്ടിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഇത് കടലമാവ് അരിച്ച് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് തന്നെ ഡയറക്റ്റായിട്ട് തന്നെ ഇട്ടത്. നമുക്ക് ഈ കടലമാവ് വറുത്തിട്ടും നമുക്കിത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇത് വറക്കാതെയാണ് ഇട്ടിരിക്കുന്നത്. നമുക്കത് ഈ മാവ് വറുത്തിട്ട് ഒന്ന് നല്ലോണം അരിച്ചിട്ടും നമുക്കിത് ഈ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് നല്ലോണം സ്വീറ്റ് ഉണ്ടാക്കാം. ഇപ്പം ഞാൻ ആ മാവിട്ട ഉടനെ അതിൻ്റെ അകത്ത് ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിലും ആ എണ്ണയിലോട്ട് നമ്മളത് മിക്സ് ചെയ്യുന്ന സമയത്ത് ആ കട്ടകളൊക്കെ നല്ലോണം അങ്ങ് ഉടഞ്ഞങ്ങ് പൊക്കോളും. പിന്നെ നമ്മളവിടെ അപ്പുറത്ത് ആ സ്റ്റൗവിൽ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ ചൂടെണ്ണയാണ് നമ്മൾ എടുത്തെടുത്ത് ഇങ്ങനെ ഒഴിക്കുന്നത്. ആ എണ്ണ അപ്പുറത്ത് നല്ലോണം ചൂടായി വരണം. നല്ല ചൂടോടുകൂടി വേണം നമ്മൾ അതെടുത്ത് ഇതിലേക്ക് നമ്മൾ ഒഴിക്കാനായിട്ട്. അപ്പോൾ ഈ നമ്മളിങ്ങനെ ആ ചൂട് തിളച്ച എണ്ണ ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് നല്ലോണം ആ ഒരു ബബിൾസ് പോലെ ഇങ്ങനെ പൊങ്ങി വരും. ആ എണ്ണ ഉള്ളിലേക്ക് ഉൾവാങ്ങിക്കഴിയുന്ന സമയത്താണ് അത് നല്ലോണം വെന്ത് നല്ല സോഫ്റ്റായിട്ട് ഈ കടലമാവ് വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ കുറേശ്ശെ എടുത്തൊഴിച്ച് ഈ സ്വീറ്റ് ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മൾ ആ കുറച്ച് മാവ് എടുത്തെങ്കിലും നമ്മളത് ഉണ്ടാക്കി വരുന്ന സമയത്ത് ഒരുപാട് കിട്ടും കേട്ടോ. നമുക്ക് 1 കപ്പിൻ്റെ മാവിന് മിക്കവാറും എനിക്ക് തോന്നുന്ന 1 കിലോളം കിട്ടുമെന്ന് തോന്നുന്നുണ്ട് സ്വീറ്റ്. പിന്നെ അങ്ങനെ തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ആ എണ്ണ തീരുന്നവരെയും 2 കപ്പ് എണ്ണ നമ്മൾ ചൂടാക്കി വെച്ചിട്ടില്ലേ അത് തീരുന്നവരെയും നമ്മൾ ആ ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചൊഴിച്ച് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. എങ്ങനെയും നമുക്ക് ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു 25 നിമിഷം നമുക്ക് വേണ്ടി വരും. നമ്മൾ നല്ലോണം ഇളക്കി വേണം ഇത്. നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ സ്റ്റൗ വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലല്ല, ലോയിലും അല്ല, മീഡിയം ഫ്ലെയിമിലാണ് സ്റ്റൗ വെച്ചിരിക്കുന്നത്. അതനുസരിച്ച് നമ്മൾ നല്ലോണം ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് വല്ല കട്ടയൊന്നും പിടിക്കത്തില്ല. പക്ഷേ അതിൻ്റെ ആ ഒരു ഈവണായിട്ടുള്ള ആ ഒരു മാവ് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എണ്ണ ചൂടോടുകൂടി എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ അത് നിർത്താനൊന്നും
പാടില്ല കേട്ടോ. ഇത് ഞാനിപ്പോൾ സ്പീഡിൽ കാണിക്കുന്നതെന്നുള്ളൂ, ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് ഞാനത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വീഡിയോയിൽ ഞാൻ ഇത്തിരി സ്പീഡാക്കിയിട്ടിരിക്കണമെന്നേ ഉള്ളൂ. ഇളക്കിക്കൊണ്ടേയിരിക്കണം, എന്നാലേ അത് എല്ലാം കൂടെ ചേർന്ന് വരത്തുള്ളൂ. എണ്ണയും നമ്മുടെ കടലമാവ് എല്ലാം കൂടെ നല്ലോണം നല്ല ചേർന്ന് വരണം. നമ്മളതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കി എടുക്കുന്നത്. അവസാനം ഇങ്ങനെ എണ്ണയെല്ലാം തീർന്നു, എല്ലാം മുഴുവൻ ഞാൻ ഒഴിച്ചു കഴിഞ്ഞു. പിന്നെ ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമ്മൾ വേഗം അത് നമ്മുടെ ഒരു പാത്രം നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണേ. അപ്പോൾ ഞാനത് ട്രാൻസ്ഫർ ചെയ്തിട്ട് നല്ലോണം ഒരു ആ സ്പൂണ് നെയ്യിൽ മുക്കിയിട്ട് ഞാനത് നല്ലോണം അങ്ങ് ഷേപ്പാക്കി എടുക്കുകയാണ്. ഈവണായിട്ട് ഞാനതങ്ങ് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ഒരു 10 നിമിഷം കഴിഞ്ഞ് ഒരു ശകലം ചൂട് മാറും. അപ്പോൾ മാറുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഒരു ചെറിയ കത്തി എടുത്ത് വെച്ചിട്ട് അതിന് നമുക്ക് എന്തുമാത്രം അളവ് വേണോ ആ അളവ് അനുസരിച്ച് നമുക്ക് മുറിച്ച് വെക്കാം. നമ്മളൊക്കെ അത് എടുക്കാൻ പറ്റത്തില്ല, നമുക്ക് മുറിച്ച് വെച്ചേക്കാം. പിന്നെ നല്ലോണം ആറാണ്ട് നമ്മൾ ആ പാത്രത്തിൽ നിന്ന് നമ്മൾ ആ പീസായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് എടുക്കാൻ പാടില്ല. അത് ഇപ്പോൾ ഒരുവിധം ഒരു 10 നിമിഷം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊന്ന് ചെറുതായിട്ട് ചൂടുണ്ട് കേട്ടോ അതിന്, പാത്രത്തിന്. എന്നിട്ട് ഞാനത് ചെറുതായിട്ടൊന്ന് മുറിച്ച് വെക്കുകയാണ്. തീരെ അത് ആറിയിട്ടില്ല, ചൂടുണ്ട്. പക്ഷേ ഇനി ഇത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഇത് എടുക്കത്തില്ല. ഒരു 2 hours കഴിഞ്ഞ ശേഷമേ നല്ലോണം പാത്രത്തിൽ നിന്ന് വിട്ട് വരും. അത് കഴിഞ്ഞ സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമ്മളത് ട്രാൻസ്ഫർ എടുക്കാം. ഓരോരോ പീസായിട്ട് നമുക്കത് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനതിങ്ങനെ ഓരോന്ന് മുറിച്ചെടുത്തു. കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതിൽ നിന്ന് ഓരോരോ പീസ് എടുത്തിട്ടാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ചില സമയം ആ സൈഡുകളൊക്കെ ഇച്ചിരി പൊടിഞ്ഞു പോകും കേട്ടോ. അതിനൊന്നും ഇല്ല, നമ്മൾ സൂക്ഷിച്ചെടുത്താൽ മതി. അതിന് നമുക്ക് ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിക്കോളും. ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, വളരെ നല്ല ടേസ്റ്റാണ്. എല്ലാ ഫങ്ഷനുകളും ഉണ്ടാക്കാം. ഇത് കണ്ടു കഴിഞ്ഞ ശേഷം എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു വ്യൂവേഴ്സ്.